الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. സൂറത്ത് യൂനുസിലെ 25-ാമത്തെ സൂക്തമാണ് ഇൻഷാഅല്ലാഹ് ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والله يدعو إلى دار السلام ويهدي من يشاء إلى صراط مستقيم. والله يدعو അള്ളാഹു വിളിക്കുന്നു, ക്ഷണിക്കുന്നു. ഇലാ ദാരിസ്സലാം, ദാറുസ്സലാമിലേക്ക്, സമാധാനത്തിൻ്റെ വീട്ടിലേക്ക്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വീട്ടിലേക്ക്. യഹ്ദി, അവൻ മാർഗദർശനം ചെയ്യുന്നു, വഴി കാണിക്കുന്നു. ഇലാ സിറാത്തിൻ മുസ്തഖീം, മൻ യശാഉ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. ഇലാ സിറാത്തിൻ മുസ്തഖീം, ചൊവ്വായ വഴിയിലേക്ക്. അള്ളാഹു ദാറുസ്സലാമിലേക്ക് വിളിക്കുന്നവരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നവരാണ്. നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു സിറാത്ത് മുസ്തഖീമിലേക്ക് വഴി കാണിച്ചു തരുമാറാവും. കഴിഞ്ഞ സൂക്തത്തിൽ ഭൗതിക ജീവിതത്തിൻ്റെ ഉദാഹരണം പറഞ്ഞു. ഭൗതിക ജീവിതം അല്പസ്വല്പം സൗകര്യങ്ങളൊക്കെ നൽകുമെങ്കിലും ചിലപ്പോൾ ആ സൗകര്യങ്ങളും ആസ്വാദ്യതകളും സൗന്ദര്യങ്ങളുമൊക്കെ വളരെ പെട്ടെന്ന് നശിക്കാൻ സാധ്യതയുണ്ട്. അത് കൃഷിയായിരുന്നാലും വ്യാപാര വ്യവസായങ്ങളായിരുന്നാലും തൊഴിലായിരുന്നാലും മറ്റു വരുമാന മാർഗങ്ങളായിരുന്നാലും ഒക്കെ ചിലപ്പോൾ ആ സ്രോതസ്സ് പെട്ടെന്ന് അടയും. നമ്മളാരും വിചാരിച്ചിട്ടില്ല വിദേശത്ത് നിന്ന് ജോലിയിൽ നിന്ന് ലീവിൽ വന്ന ആളുകൾക്ക് പിറ്റേന്ന് മടങ്ങിപ്പോകാൻ പറ്റില്ല എന്ന്. യുദ്ധം നടക്കുന്നത് അറബ് നാട്ടിലല്ല, പക്ഷേ അതിൻ്റെ ഫലം പലപ്പോഴും അനുഭവിക്കേണ്ടി വന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് തൊഴിൽ തേടി പോയി ലീവിന് നാട്ടിൽ വന്ന് മടങ്ങിപ്പോകാനിരിക്കുന്നവർക്ക്, നാട്ടിലേക്ക് വരാനിരിക്കുന്നവർക്ക്, കുടുംബവുമായി ചേരാനൊരുങ്ങുന്നവർക്കൊന്നും ഇത് ചിലപ്പോൾ സ്ഥിരമായി അങ്ങനെ അങ്ങോട്ടാകും. ദുനിയാവിൽ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ജീവിക്കാൻ അല്പസ്വല്പം സൗകര്യങ്ങളും തൊഴിലും വരുമാനങ്ങളും ഒക്കെ അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിലും അത് ഏത് നിമിഷവും അള്ളാഹുവിന് തിരിച്ചെടുക്കാൻ കഴിയും. അങ്ങനെയാണ് ദുനിയാവിൻ്റെ രീതി എന്നാണ് കഴിഞ്ഞ സൂക്തത്തിൽ അള്ളാഹ് നമ്മളെ പഠിപ്പിച്ചത്. ഇവിടെ അള്ളാഹ് നമ്മളെ പഠിപ്പിക്കുന്നത്, അള്ളാഹു വിളിക്കുന്നത് സമാധാനത്തിൻ്റെ, ശാന്തിയുടെ വീട്ടിലേക്കാണ്. ദുനിയാവുമായി വല്ലാതെ കെട്ടിമറിയേണ്ടതില്ല. അതിൻ്റെ സ്വഭാവമാണ് കഴിഞ്ഞ സൂക്തത്തിൽ പറഞ്ഞത്. എന്നാൽ അള്ളാഹു നിങ്ങളെ വിളിക്കുന്നത് ദാറുസ്സലാമിലേക്ക്. ദാറുസ്സലാം, ദാറു പറഞ്ഞാൽ വീട്, സലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഒരു പര്യായം കൂടിയാണ്. സമാധാനം, ശാന്തി എന്നൊക്കെയാണ്. ഇസ്ലാം എന്നൊക്കെയുള്ള വാക്ക് അതിൽ നിന്ന് ഉണ്ടായതാണല്ലോ. നമ്മൾ സലാം പറയുക എന്നൊക്കെ പറഞ്ഞത് അള്ളാഹു വിളിക്കുന്നത് അതിലേക്കാണ്. ദഅതു അന, വിളിക്കുക, ക്ഷണിക്കുക എന്നൊക്കെയാണ്. അപ്പോൾ അള്ളാഹു അവൻ്റെ വീട്ടിലേക്ക് വിളിക്കുന്നു എന്ന് പറയാം. സലാം, സലാം എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ പര്യായമാണ്. ഇവിടെ നമ്മൾ സാധാരണഗതിയിൽ മനസ്സിലാക്കുക സമാധാനത്തിൻ്റെ, രക്ഷയുടെ, ആശ്വാസത്തിൻ്റെ ഭവനത്തിലേക്ക്. ദുനിയാവിൽ എത്ര സൗകര്യം കിട്ടിയാലും എന്നാലും ഒരു അസ്വസ്ഥത അല്ലേ, എന്തെങ്കിലും ഒരു മനക്ലേശം, ഒരു മനസ്സിനൊരു തിടുക്കം, അതെല്ലാവർക്കും ഉള്ളതാണ്. ദുനിയാവിൽ ഇനി ഭൗതികമായി നമ്മൾ മനസ്സിലാക്കുന്ന സൗകര്യമെന്ന് പറയുന്നത് വലിയ വരുമാനവും വലിയ വീടും ഒക്കെ ആണെങ്കിൽ പോലും അയാൾക്ക് മനസ്സമാധാനം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇവിടെ സലാമിൻ്റെ ഭവനത്തിലേക്ക് വിളിക്കുന്നു. ഇത് നമ്മൾ സൂറത്തു അൻആമിൽ പഠിച്ചിട്ടുണ്ട്. ലഹും ദാറുസ്സലാമി ഇൻദ റബ്ബിഹിം, വിശ്വാസികൾക്ക് അവരുടെ റബ്ബിൻ്റെ അടുക്കൽ ദാറുസ്സലാമുണ്ട്.
വഹുവ വലിയുഹും ബിമാ കാനൂ യഅമലൂൻ. അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി അവർക്ക് അവൻ രക്ഷകനായി ഉണ്ടാകും. അപ്പോൾ സംതൃപ്തിയും സമാധാനവും ലഭിക്കുന്ന, ഒരു തരത്തിലും അസമാധാനമോ അസംതൃപ്തിയോ അനുഭവപ്പെടാത്ത ഒരു ഭവനം, ഒരു സങ്കേതം, ഒരു കേന്ദ്രം അല്ലാഹു തആല ഒരുക്കി വച്ചിരിക്കുന്നു. അതിലേക്കാണ് അല്ലാഹു തആല നമ്മളെ വിളിക്കുന്നത് എന്ന് പറയുമ്പോൾ ന്യൂനതകളില്ല, അസ്വസ്ഥതകളില്ല, രോഗമില്ല, മരണമില്ല, ഇഷ്ടമില്ലാത്തതൊന്നും കേൾക്കേണ്ടതില്ല. സൂറത്തു യാസീനിൽ നമ്മൾ ഇന്ന സുഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാക്കിഹൂൻ ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തക്കിഊൻ ലഹും ഫീഹാ ഫാക്കിഹത്തുൻ വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. സലാം, എവിടെയും സമാധാനം, എവിടെയും സന്തോഷം, എവിടെയും ശാന്തി. അങ്ങനെ ഒരു ഭവനത്തിലേക്ക്, കേന്ദ്രത്തിലേക്ക്, ദാറുസ്സലാമിലേക്ക് അല്ല വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ദാറുസ്സലാമിനെ നമ്മളിങ്ങനെ മനസ്സിൽ കാണണം, അത് കൊതിക്കണം, പ്രാർത്ഥിക്കണം, അതിനു വേണ്ടി പ്രവർത്തിക്കുകയും വേണം. അതാണ് ഇത് നമ്മളോട് പറയുന്നതിൻ്റെ ഉദ്ദേശം. അല്ലാതെ ഒരു അറിയിപ്പ്, ഒരു കേവലമായൊരു നോട്ടീസ് നൽകുകയല്ല. ഇത് അള്ളാഹുവിൻ്റെ പ്രഭാഷണമാണ്. അള്ളാഹു നമ്മളോട് നേർക്കുനേരെ സംവദിക്കുകയാണ്. അള്ളാഹുവിൻ്റെ കലാം എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിൻ്റെ കലാമും മനുഷ്യൻ്റെ കലാമും തമ്മിലുള്ള വ്യത്യാസം അള്ളാഹുവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസമാണ്. അള്ളാഹു ഉടമയാണ്, നമ്മൾ അടിമയാണ്. ഉടമയുടെ സംഭാഷണം, ഉടമയുടെ വർത്തമാനം, ഉടമയുടെ പ്രഭാഷണം, ഉടമയുടെ അറിയിപ്പ് എന്ന് പറഞ്ഞാൽ ഉടമയും അടിമയും തമ്മിൽ എന്താ വ്യത്യാസം? അതുതന്നെ ഈ കലാമിനുള്ളത്. നമ്മൾ പറയണ മാതിരിയല്ല അല്ലാതെ. അത് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇങ്ങനെയുള്ള ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ ആ ദാറുസ്സലാമിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്, അതെനിക്ക് തരണേ. എൻ്റെ അമൽ ഉണ്ടാവില്ല, അതിന് മാത്രമൊന്നും ഇല്ല എൻ്റെ അമല്. മഹാന്മാരായ പ്രവാചകന്മാരും സിദ്ദീഖുകളും ശുഹദാക്കളും സാലിഹീങ്ങളും അവർക്കൊക്കെ നൽകാമെന്ന് നീ ഏറ്റിരിക്കുന്ന ദാറുസ്സലാം തന്നെ ഞാനും ചോദിക്കുന്നത്. എൻ്റെ അടുത്ത് എന്താ ഉള്ളത്? എൻ്റെ ഈ പരിമിതമായ തുച്ഛമായ ചെറിയ പ്രവർത്തനങ്ങൾ വെച്ചിട്ട് അല്ലാഹ് ബാക്കി നിൻ്റെ കാരുണ്യം, നിൻ്റെ വാത്സല്യം, നിൻ്റെ സ്നേഹം അത് വെച്ചിട്ട് എനിക്ക് നൽകണം എന്ന് പ്രാർത്ഥിക്കണം. വയഹുദി, അവൻ ഹിദായത്തിലാക്കുന്നു, മാർഗദർശനം കൊടുക്കുന്നു, വഴി കാണിക്കുന്നു. മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവരെ. അതെന്ത് പരിപാടി? അള്ളാഹ്ക്ക് തോന്നണവരെ മാർഗദർശനം കാണിക്കുക, അള്ളാഹ്ക്ക് തോന്നാത്തവരെ ഒഴിവാക്കുക. അത് ന്യായക്കേടല്ലേ? നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഞാൻ എനിക്ക് തോന്നുന്നവർക്ക് കൊടുക്കുന്ന എൻ്റെ നമ്മൾ പറഞ്ഞാൽ ഞാൻ എനിക്ക് തോന്നുന്നവർക്കാണ് കൊടുക്കുക, നിങ്ങൾ പറഞ്ഞവർക്കല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ തോന്നുന്ന ഇവിടെ അള്ളാഹ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകുമെന്ന് പറഞ്ഞാൽ അവൻ്റെ ഉദ്ദേശത്തിന് വിധേയരാകാനുള്ള അർഹത തെളിയിക്കുന്നവർക്ക്, അതിനുള്ള അർഹത അത് നമ്മൾ തെളിയിക്കണം. നമുക്ക് ദാറുസ്സലാം അല്ലെങ്കിൽ ഹിദായത്ത് അല്ലെങ്കിൽ സിറാത്ത് മുസ്തഖീം കിട്ടണമെന്ന ആഗ്രഹം ഉണ്ടാകണം. ഒന്ന് അതേതാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ കിട്ടാൻ ആഗ്രഹമാണ് ഒന്നാമത് വേണ്ടത്. ആ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്താണ് ആ ദാറുസ്സലാം എന്നുള്ളതിലേക്ക് അള്ളാഹ് നമ്മളെ എത്തിക്കും. ആഗ്രഹം, അതിനു വേണ്ടിയുള്ള പ്രവർത്തനം അല്ലെങ്കിൽ പഠനം നടക്കുമ്പോൾ അതിലേക്ക് അങ്ങനെ എത്തും. അങ്ങനെയാണ് പല ആൾക്കാരും. ഞാൻ ബൈബിള് പഠിച്ചു, ഞാൻ വേദങ്ങളൊക്കെ പഠിച്ചു, പല വേദങ്ങളും ഞാൻ ഭാരതീയ തത്വസംഹിതകളൊക്കെ വായിച്ചു നോക്കി, ഞാൻ ബൈബിള് വായിച്ചിട്ടുണ്ട്, ഞാൻ തൗറാത്ത് വായിച്ചിട്ടുണ്ട്, തത്വചിന്തകന്മാരുടെ വലിയ വലിയ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, അവസാനം ഞാൻ ഖുർആൻ വായിച്ചു. അപ്പോഴാണ് എനിക്ക് എന്തിനായി വായിക്കുന്നത്, ഏതാണ് ശരിയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ പലരും പല ദർശനങ്ങളിലൂടെ കടന്നു വന്ന് ഇസ്ലാമിലെത്തുന്നുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും വലിയ ഉദാഹരണം സൽമാനുൽ ഫാരിസി റഹ്മത്തുള്ളാഹി അലൈഹി റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇങ്ങനെയാണ്. അദ്ദേഹം പല ദർശനങ്ങളിലൂടെ കടന്നു വന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലത്തെ പേർഷ്യക്കാരനാണ്, ഇറാനിയ. അദ്ദേഹം ഒരു ദീനും ഇല്ലാത്ത നാട്ടിലെ പൗരപ്രമാണിയുടെ മകനാണ്. പിന്നെ ക്രിസ്ത്യാനിയായി, ജൂതനായി, ക്രിസ്ത്യാനിയായി. അങ്ങനെ വന്ന് ഓരോ ഗുരുക്കന്മാരെ സ്വീകരിച്ചു.
ഓരോ ഗുരുക്കന്മാരും അദ്ദേഹത്തോട് പറയും, ഇനി നിൻ്റെ കാലം അവസാനിക്കാറായിക്കണം, മറ്റേ ഗുരുവിൻ്റെ അടുത്തേക്ക് പോയിക്കോ. അവസാനം ഒരു ക്രിസ്ത്യൻ പാതിരിയുടെ അടുക്കൽ, ഒരു പ്രായമായ ക്രിസ്ത്യൻ പാതിരിയുടെ അടുക്കൽ ശിഷ്യനായി ക്രിസ്തു മതവിശ്വാസിയായി കഴിയുമ്പോൾ സൽമാനുൽ ഫാരിസി, ഖന്തക്ക് കുഴിക്കാൻ തന്ത്രം പറഞ്ഞു കൊടുത്ത സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ആ ഗുരുവിനോട് ചോദിക്കുന്നുണ്ട്, ഗുരു ഇനി ഞാൻ ആരുടെ അടുത്തേക്കാണ് പോവുക? അങ്ങക്ക് രോഗി, അങ്ങ് മരിക്കാനാവും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി ഈത്തപ്പനകളുടെ നാട്ടിൽ ഒരാൾ വരും, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകണം, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകണം. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം ഈ പാതിരിയുടെ വീട്ടിൽ ഇങ്ങനെ, പാതിരിയുടെ മഠത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ നാട്ടുകാരല്ലാത്ത കുറച്ച് കച്ചവടക്കാർ അതിൽ വരുമ്പോൾ അദ്ദേഹം അന്വേഷിക്കും, നിങ്ങൾ എവിടുത്തേരാ? ഞങ്ങൾ മദീനക്കാരാ. അവിടെ ഈത്തപ്പനകളുണ്ടോ? അവിടെ ഈത്തപ്പനകൾ തന്നെ ഉള്ളൂ, അതാണ് അവിടുത്തെ കൃഷി തന്നെ. എന്നാൽ നിങ്ങൾ ഇനിയും കൊണ്ടുപോകുമോ? നിങ്ങൾ ഇന്നെ കൊണ്ടുപോകുമോ നിങ്ങളുടെ നാട്ടിലേക്ക്? ഇനി പൈസ തരാം. അങ്ങനെ അദ്ദേഹത്തെ അവർ കൂട്ടിക്കൊണ്ടുവരികയാണ്. വഴിയിൽ വെച്ച് അദ്ദേഹത്തെ അവർ ഒഴിവാക്കുന്നുണ്ട്, വിറ്റുപോയി. എന്നിട്ട് അദ്ദേഹം ആ യജമാനൻ്റെ അടുക്കൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് കേട്ടറിഞ്ഞ് മദീനയിലേക്ക് വരിക. ആ പാതിരി പറഞ്ഞു കൊടുത്തിരുന്നു, ആ പുരോഹിതൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തിരുന്നു, 3 ലക്ഷണങ്ങളുണ്ട്. മദീനയിൽ അടിമയായിട്ട് വരികയാണ്. എന്നിട്ട് 3 ലക്ഷണങ്ങൾ അദ്ദേഹത്തിൽ കാണും. അത് കണ്ടാൽ ഉറപ്പിച്ചു അയാൾ എന്നെ നബിയെന്ന്. അയാൾ പ്രവാചകനാണ്, അയാളുടെ ശിഷ്യത്വം സ്വീകരിക്കണം പിന്നെ എന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് പല മതങ്ങളിലൂടെ കടന്നു വന്നിട്ട് അത് ഇന്നും നിലനിൽക്കുകയാണ്. ഇന്നുണ്ട് അങ്ങനെ പല ദർശനങ്ങൾ പഠിച്ചിട്ട് കമ്മ്യൂണിസം പഠിക്കും, ക്രിസ്ത്യാനിറ്റി പഠിക്കും, ജൂതായിസം പഠിക്കും, ഇന്ത്യൻ മതദർശനങ്ങളൊക്കെ വായിക്കും, ഖുർആനും വായിക്കും, നബിചരിത്രം വായിക്കും. എന്നിട്ട് സത്യം സ്വീകരിക്കണം എന്ന താല്പര്യമുള്ളവർ അതിലെത്തും. എന്നിട്ട് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. എന്തൊക്കെ അടയാളം എന്തൊക്കെയാണ്? ഒന്നാമത്തെ അടയാളം, അദ്ദേഹം സമ്മാനമായി കിട്ടുന്നതേ ഭക്ഷിക്കുള്ളൂ, സ്വതക്കയായി ധർമ്മമായി കിട്ടുന്നത് തിന്നൂല. കുഞ്ഞുമാർ സ്വതക്ക തിന്നൂല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? കുറച്ച് ഈത്തപ്പഴം വാങ്ങിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സംഘം കൂട്ടുകാരി ഇരിക്കുന്നിടത്ത് കൊണ്ടുപോയി കൊടുത്തിട്ട്, ഇത് എൻ്റെ വക നിങ്ങൾക്കുള്ള സ്വതക്കയാണ്, ധർമ്മമാണ്, അത് ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നത്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് സ്വതക്കയാണെന്ന് അറിഞ്ഞതോട് കൂടിയിട്ട് എല്ലാവർക്കും കൊടുത്തു. അദ്ദേഹം തിന്നില്ല. എല്ലാവരും ഇങ്ങോട്ട് തിന്നോളേ, എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ സൽമാനുൽ ഫാരിസിക്ക് മനസ്സിലായി ഒന്നാമത്തെ ലക്ഷണം അത് ശരിയാണ്. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് സൽമാനുൽ ഫാരിസി വീണ്ടും കുറച്ച് ഈത്തപ്പഴവും വസ്തുവൊക്കെ ആയിട്ട് പോയിട്ട്, ഇത് അങ്ങേക്കുള്ള ഹദിയാണ്. ഹദിയ എന്ന സമ്മാനം എല്ലാവർക്കും കൊടുക്കാം, സദക്ക എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല. എന്താ സദക്കയും ഹദിയും തമ്മിലുള്ള വ്യത്യാസം? സദക്ക എന്ന് പറഞ്ഞാൽ ആവശ്യക്കാർക്ക് കൊടുക്കുന്നതാണ്. ഹദിയ പറഞ്ഞാലോ നമ്മളെക്കാൾ ഉയർന്ന, എല്ലാ നിലക്കും ഉയർന്ന ആൾക്കാർക്കും കൊടുക്കാം. ഹദിയാണത്. അങ്ങനെ ഇതിൻ്റെ വക ഹദിയാണ് എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് ഈത്തപ്പഴെടുത്ത് തിന്നു, എല്ലാവർക്കും കൊടുക്കും. അപ്പോൾ 2ാമത്തെ ലക്ഷണം. പിന്നെ 3ാമത്തെ ലക്ഷണം, ബഖീഉൽ ഗർഖദ് എന്നു പേരുള്ള മദീനയിലെ ജന്നത്തുൽ ബഖീ ഖബർസ്ഥാൻ, അവിടുന്നാണ്. റസൂലിനെ തെരഞ്ഞു പോയി കാണാനില്ല. അപ്പോൾ റസൂൽ ഒരു ഖബറടക്കുകയാണ്, ഒരാളെ മയ്യത്ത് ഖബറടക്കുന്നിടത്തുണ്ട്. ചെന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാതെ അദ്ദേഹത്തെ നിരീക്ഷിക്കുകയാണ്. 3ാമത്തെ ലക്ഷണം പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ തോളല്ലുകൾക്കിടയിൽ ഒരു നുബുവത്തിൻ്റെ അടയാളം ഉണ്ടാകും. എന്താണെന്നൊന്നും എനിക്കറിയില്ല. നുബുവത്തിൻ്റെ ഒരു അടയാളം കാണാം, ഒരു മുദ്ര. അപ്പോൾ റസൂൽ ഇങ്ങനെ ഒരു മുണ്ടിങ്ങനെ പുറച്ചിക്കുന്നു. സൽമാനുൽ ഫാരിസി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. റസൂലിൻ്റെ ചുറ്റും ഇങ്ങനെ നടന്ന് അദ്ദേഹത്തെ നോക്കുക, ഈ മുണ്ടുണ്ടായിട്ട് കാണുന്നില്ല. അപ്പോൾ റസൂലിന് മനസ്സിലായി ഇതെന്താ സംഭവം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാത്ത വണ്ണം ആ മുണ്ട് ശരീരത്തിൽ നിന്ന് ഇങ്ങനെ നീക്കി. അപ്പോൾ സൽമാനുൽ ഫാരിസി കണ്ടു അത്രേ 3ാമത്തെ അടയാളം. ഇത് തന്നെയാണ് ഞാൻ തേടി നടക്കുന്ന ഗുരു. സൽമാനുൽ ഫാരിസി ഇസ്ലാം സ്വീകരിച്ചു. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ചിന്തിച്ച് പഠിച്ച്
സത്യം എന്താണെന്ന് അറിയണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്നവർക്ക് അള്ളാഹു കൊടുക്കും. അതാണ് മയ്യഷ. കണ്ടോ, അങ്ങനത്തെവർക്ക് അള്ളാഹു താല ഹിദായത്ത് കൊടുക്കും. അല്ല ഒരു താല്പര്യമല്ല വെറുക്കാൻ. അബൂജഹലിന് എന്തേ കാര്യം അറിയാനിട്ടായിരുന്നോ? അബൂജഹലിന് കാര്യം അറിയായിട്ടൊന്നും അല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജഹലിനും ഉമർ ഖത്താബിനും വേണ്ടി ഒരേ വാചകത്തിൽ പ്രാർത്ഥിച്ചത്, അള്ളാഹ് ഈ അബൂജഹലിനെ കൊണ്ടോ ഉമറിനെ കൊണ്ടോ രണ്ടുപേരും മക്കയിലെ ശൂരപരാക്രമികളാണ്, ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണം. എൻ്റെ അബൂജഹലിന് കിട്ടാതെ അത് ഉമർ ഖത്താബിന് കിട്ടിയത്? ഉമർ ഖത്താബിന് സത്യത്തോട് താല്പര്യം ഉണ്ടായിരുന്നു, സത്യം അറിയണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പോൾ അതാണ് വയഹ്ദി മയ്യശാഉ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് കൊടുക്കും എന്ന് പറഞ്ഞാൽ തോന്നിയ പടി അങ്ങനെ കൊടുക്കുന്നല്ല. സത്യത്തിൻ്റെ കൂടെ നിൽക്കാൻ താല്പര്യമുള്ളവർക്ക് അവർക്ക് അല്ലാഹു തആല അതിനുള്ള ഉദവി നൽകും. അവർ സത്യത്തിലേക്ക് തന്നെ അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും. ഇലാ സിറാത്തി മുസ്തഖീം. യുളില്ലു മയ്യശാഉ അങ്ങനെ തന്നെ. യുളില്ലു മയ്യശാഉ യഹ്ദി മയ്യശാഉ യുളില്ലു മയ്യശാഉ. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിൻ അല്ലാഹു യഹ്ദീ നജ്ദൈൻ. അതെ അതെ, സ്വീകരിക്കാൻ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. സ്വീകരിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള സൗകര്യങ്ങളും, എന്തായാലും ധിക്കാരത്തിലും അധർമ്മത്തിലും തന്നെ മുഴുകിപ്പോകണം എന്ന ധാരണയുള്ളവർക്ക് അതിലേക്കും രണ്ടിനും അള്ള വഴി കാണിച്ചു കൊടുക്കും. അതന്നെ യഹ്ദി മൻ യശാഉ ഇലാ സിറാത്തുൽ മുസ്തഖീം. സിറാത്തുൽ മുസ്തഖീം, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, നേരായ വഴി. അത് എക്സ്പ്രസ് ഹൈവേ എന്ന് പറയണേ. അത് വളവും തിരിവുമില്ലാത്ത നേർക്കുനേരെ സ്വർഗത്തിലേക്കുള്ള വഴി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ ഭാര്യമാരെയും മരുമക്കളെയും പേരക്കുട്ടികളെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണം. അല്ലാഹ് നിന്റെ ദാറുസ്സലാമിലേക്ക് ഞങ്ങൾക്ക് വഴി കാണിച്ചു തരുമാറാകണം. നരകത്തിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും നീ കാക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.